ഹലോ ഗൈസ്, ഇന്നലെ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് എത്തിച്ചാടി കല്ലമ്പലം വരെ ഒന്ന് പോയതിൻ്റെ ക്ഷീണമാണ് നിങ്ങൾ ഇന്ന് എൻ്റെ മുഖത്ത് കാണുന്നത്. ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് അത്ര അർജൻസി ഒന്നുമില്ല. ഒരുപാട് പേര് ടേക്ക് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടതിന് നന്ദി, വളരെ താങ്ക് യു. പിന്നെ ഇന്ന് ഒത്തിരി പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പലരുടെയും മാസ്റ്റർ പീസ് കമൻറ്റ് ഞാൻ പൈസ വാങ്ങി എന്നുള്ളതാണ്. കാശ് വാങ്ങിയത് നിങ്ങളൊക്കെ അറിഞ്ഞല്ലേ, ഞാനിനി എന്ത് ചെയ്യും മല്ലയ്യ. പക്ഷേ എനിക്ക് മാത്രം അറിയാൻ പറ്റിയിട്ടില്ല. എൻ്റെ അക്കൗണ്ട് ബാലൻസിൽ കുറച്ച് പൈസ ഞാൻ ആശുപത്രി ചിലവിന് വേണ്ടി വെച്ചിരിക്കുന്നതല്ല, വേറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ഇന്നലെയും വീഡിയോ ഇട്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, എന്നെ ഇങ്ങനെ ക്രൂശിക്കല്ലേ, ഞാൻ ആരുടെയും സപ്പോർട്ടറല്ല, എൻ്റെ സപ്പോർട്ടൊന്നും ആർക്കും വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യമുണ്ട്, ഈ സജിന എന്ന് പറയുന്ന ലേഡി ആയിരുന്നാലും റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ലേഡി ആയിരുന്നാലും സോറി ലേഡിയല്ലല്ലോ, മാനല്ലേ, ലേഡിക്ക് ഇതിനെക്കാട്ടി അന്തസ്സുണ്ടെന്ന് ഞാൻ പറയും. അപ്പോൾ അവരായിരുന്നാലും അവർ രണ്ടുപേരും മനസ്സിലാക്കേണ്ടിയിരുന്ന കാര്യം പെൺകുട്ടികളുടെ മാതാപിതാക്കളാണ്. സജിനയ്ക്കും ഒരു മകളുണ്ട്, റസൂൽ പൂക്കുട്ടിക്കും ഒരു മകളുണ്ട്. നമ്മൾ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം പറയണത് എന്താണെന്നറിയാം. ആൺകുട്ടികളെ നമ്മൾ വീട്ടിലേക്ക് ആ ഒരു പെൺകുട്ടീനെ കൊണ്ടുവരുന്നത്, അപ്പോൾ അമ്മക്ക് നമ്മുടെ മുന്നിൽ അവരുണ്ട്, അവരെ അധികം നമ്മൾ കുത്താനും പിടിക്കാനൊന്നും പോകത്തില്ല. അതേസമയം നമ്മുടെ പെൺമക്കൾ പോകുന്ന മറ്റൊരു ഗൃഹത്തിലേക്കാണ്. അവിടെ അവൾ നേരിടാൻ പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കുകയും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കുകയും വേണം. നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടറിയും. നീ കൊണ്ട വെയിലാണ് നിൻ്റെ മക്കളുടെ തണൽ എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സജീനയുടെ വിഷയത്തിൽ. സജീന സ്വയം വെളുപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നിനും ഞാൻ കൺവിൻസിങ് അല്ല. ഇന്നൊരു വീഡിയോ ഇട്ട് ഞാനെടുത്ത് പബ്ലിഷ് ചെയ്തില്ലേ, അതിനകത്ത് അവൾ പറയണത് ഞാൻ വിക്ടിമാണെന്ന്. അത് ഏത് വകുപ്പിലാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിക്ടിമാണെന്നൊക്കെയാണ് പറയുന്നത്. അതെന്തെങ്കിലും ആകട്ടെ. സജനയുടെ വിഷയത്തിൽ ഞാനൊന്നും സംസാരിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റസൂൽ പൂക്കുട്ടിയുടെ കുടുംബം ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. റസൂൽ പൂക്കുട്ടി ഫാമിലിയെ എങ്ങനെ ഒതുക്കിയിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇതിലേറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയാണ്. ആ പാവപ്പെട്ട സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ വിക്ടിം. പിന്നെ 2 പേരുണ്ട്, അത് റസൂൽ പൂക്കുട്ടിയുടെ മക്കളാണ്. ആ കുട്ടികൾ എന്ത് ചെയ്തു? ഇനി ഒരു വ്യക്തിയും സജിനയുടെ ഭാഗത്തുണ്ട്. സജിനയുടെ മൂത്ത മകള്, ഇളയതിൻ്റെ കാര്യം പോട്ടെ, മൂത്ത മകള്. ഇത് ഒരു ഫാമിലി ഇഷ്യൂ അല്ല. ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊന്നും താല്പര്യപ്പെടാത്തത്. എൻ്റെ ഇൻറ്റൻഷൻ വളരെ സ്ട്രെയിറ്റ് ആണ്. ഞാൻ ഇതുവരെ ഇപ്പം രേണു സുധിയുടെ വിഷയം വന്നപ്പോൾ നിങ്ങളൊക്കെ കണ്ടാണ് ഇവിടെയുള്ള മിക്കവാറും യൂട്യൂബേഴ്സ് എല്ലാം അപ്പുറത്തോട്ട് ജമ്പടിക്കുന്നത്, വിത്തിൻ മിനിറ്റിൽ ജമ്പടിക്കണ കണ്ടില്ലേ. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കും. സജിന ചെയ്ത ചെയ്ത്തിന്, സജിന നടന്ന ആ ഒരു വൃത്തികെട്ട പാത സജിനയെ ഹോണ്ട് ചെയ്യണത് എപ്പോഴെന്നറിയാമോ? അവളുടെ മകളെ ബാധിക്കുമ്പോഴാണ്. സജിനയുടെ ഉമ്മാക്ക് അതിനകത്ത് യാതൊരു റിഗ്രഷനും ഇല്ലെങ്കിൽ അവരെപ്പോലെ ഭൂലോക തോൽവി വേറെയില്ല. ഐ എം ഓപ്പൺലി സെയിങ്, സജിനയുടെ ഉമ്മയുടെ സ്ഥാനത്ത് എൻ്റെ ഉമ്മച്ചിയായിരുന്നെങ്കിൽ എന്നെ തീർച്ചയായിട്ടും എന്തെങ്കിലും തന്ന് കുന്നളയും. ഉമ്മ വെച്ചേക്കില്ല എന്നെ, എനിക്കത് ഉറപ്പിച്ച കാര്യമാണ്. ഉമ്മ മാത്രമല്ല, എൻ്റെ 2 സിസ്റ്റേഴ്സും അവരുടെ മക്കൾ ഇതുപോലെ തോന്നിയാസം കാണിച്ച ആദ്യത്തിൽ മെനക്കെടും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്ന പണം ഒരിക്കലും ആസ്വദിച്ച് കഴിക്കുകയോ ആസ്വദിക്കാനോ പോകത്തില്ല. സജിനയുടെ അസറ്റ്സ് ഒക്കെ എടുക്കുമ്പം സജിന എന്ന വ്യക്തിക്ക് അവളുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ മാത്രം സജിനയുടെ ദുർനടപ്പ് അവിടെ വ്യക്തമാണ്. കാരണം സജിന സമ്പാദിച്ചിരിക്കുന്ന വഴി എന്താണെന്നും സജിനയ്ക്ക് എങ്ങനെ ഇത്രയും പ്രോപ്പർട്ടി ഉണ്ടായി എന്നും സജിനയുടെ കയ്യിലുള്ള അസറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ തന്നെ സജിനയുടെ ഇൻകം സോഴ്സ് വെളിയിലാകും. 2, പൂക്കുട്ടിയുമായിട്ട് സജിനയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഗവൺമെൻറ്റിനോ നിയമ സംവിധാനങ്ങൾക്കോ ഒന്നും ചെയ്യാനാകത്തില്ല. ബിക്കോസ് അങ്ങനെ ഒരു നിയമമില്ല. ഞാൻ പക്ഷേ ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞ ഒരു കാര്യത്തിന് നിയമത്തിന് ഇടപെടാൻ പറ്റും. ഇപ്പോൾ തൊപ്പിയെ ഞാൻ കൺസേൺ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷെ തൊപ്പിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ കയ്യിൽ കുഴപ്പമുണ്ട്, അവനെ പോലീസ് പിടിക്കണമെന്ന്. കേസെടുത്തല്ലോ, അത്രയേ ഉള്ളൂ. ദിയാസനയുടെ കേസ് നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഡെപ്തിൽ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞ വ്യക്തിയാണ്. പലപ്പോഴും എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട് ദിയാസനയെ അടിക്കാനായിട്ട്. ലോഡ്സ് ഓഫ് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് ദിയാസനയ്ക്കെതിരെ. നോട്ട് ഓൺലി MDMA, ഒരു കുട്ടീനെ വിൽക്കാൻ നോക്കിയ കേസിലൊക്കെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്കെതിരെ ആളുകളെ കൂട്ടുന്നുണ്ടെന്നും അങ്ങനെ കേസ് നടത്തും, ഇതൊക്കെ ഞാൻ അറിഞ്ഞതാണ്, ഒക്കെ എനിക്കറിയാം.
ഇവിടെ എനിക്ക് ആ സ്ത്രീയോടുള്ള വ്യക്തി വൈരാഗ്യമല്ല. നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ പേടിക്കുന്ന കണക്കൊന്നും ഞാൻ ഇവറ്റുള്ള പേടിക്കില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ ലൊക്കേഷൻ പറഞ്ഞിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. എന്നെ ഒന്നും ഒരു ഞൊട്ടാനില്ല. ബാക്കിയുള്ളവരുടെ അടുത്ത് കളിച്ചാണൊക്കെ ആയിരിക്കില്ല എൻ്റെ അടുത്ത്. ഈ ദിയാസനയുടെ പിന്നെ അമ്മായി അമ്മയും മരുമക്കളുമായിട്ടൊക്കെ എനിക്ക് എത്രയോ നാൾ മുമ്പേ ഞാൻ അവരുമായി ഫോണിൽ ഡിസ്കഷൻ നടത്തി വീഡിയോസ് ഓഡിയോസ് റെക്കോർഡ് ചെയ്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതൊക്കെ അന്ന് പുറത്തിടാം. ബട്ട് എൻ്റെ ഇൻറ്റൻഷൻ അതൊന്നും ആയിരുന്നില്ല. എൻ്റെ ഒരൊറ്റ തീരുമാനം, അവൾ ചെയ്യുന്ന ആ ഒരു വൃത്തികേടും ഈ ചില ഹിസ്റ്റീരിയ ബാധിച്ച ആൾക്കാരെ കണക്ക് ചില നേരമൊക്കെ അവൾ വീഡിയോ ചെയ്യും. അതേപോലെ ഈ ഡ്രഗിനെ പറ്റിയിട്ടുള്ളൊരിത് അത് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ കണക്ക് ആദില നൂറയും ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരും ഇതുവരെ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടൊന്നും തന്നിട്ടില്ല. ഞാൻ അത് മാത്രമാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, ഫിറോസ് 17 വയസ്സുള്ള ഒരു കുട്ടിയുമായിട്ടുള്ള അഫെയർ. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടൊന്നുമില്ല. ബിക്കോസ് ആ പെങ്കൊച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞൊരു പോയിന്റ് എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ല, അവസരം വരുമ്പോൾ ഞാനത് പബ്ലിഷ് ചെയ്യും. പക്ഷേ അത് മറ്റുള്ള കുട്ടികൾക്ക് പ്രചോദനമായിരുന്നു. സ്പെഷ്യലി ഫിറോസിനെ പോലെ ഒരു വ്യക്തിയെ മറ്റു പെൺകുട്ടികൾ വിശ്വസിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഇൻറ്റൻഷൻ. ഫിറോസ് നല്ലതാണോ? ഒരിക്കലുമല്ല. സജിന നല്ലതാണോ? പക്കാ ഫ്രോഡാണ്. ഇവരെക്കാളൊക്കെ ക്ലവറായ പക്ക ഫ്രോഡാണ് സജിന. അതിനകത്ത് തർക്കമില്ല. എനിക്കതിനകത്ത് യാതൊരു സംശയവും ഇല്ല. പിന്നെ സജിനയെ പറ്റി ഞാൻ പറയാതെ ഇത് എടുത്തു വെച്ച് നമ്മൾ പറഞ്ഞ എന്ത് പ്രയോജനം? ഉടനെ ഇവിടെ കുറേ ആവേശ കമ്മിറ്റി ഉണ്ട്. സജിനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു പടയൊരുങ്ങും. അവരെല്ലാവരും ഇവിടെ ചെന്ന് സജിനയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ടൊന്ന് തെറി താത്താതെ തുടങ്ങിയെന്ന് പറഞ്ഞ് എൻ്റെ ഇലയിൽ കയറാൻ വരും. ഞാൻ അതുകൊണ്ടാണ് മൗനമായിട്ടിരിക്കുന്നത്. പിന്നെ സജിനയും പൂക്കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ പുറത്തേക്ക് വന്ന് കംപ്ലൈൻറ്റ് പറയേണ്ട ആൾ റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയും മക്കളുമാണ്. അവർ സൈലൻ്റായിട്ടിരിക്കുന്നിടത്ത്, അവർക്കിതിനകത്ത് പ്രോബ്ലം ഇല്ലാത്തടത്ത് സജിന എന്ന സ്ത്രീയുടെ വേശ്യാവൃത്തി നമ്മുടെ സബ്ജക്റ്റ് ആവേണ്ട കാര്യം എന്താ? അവരവരുടെ ശരീരം വിൽക്കാൻ തയ്യാറാണ്. അവർ കോർപ്പറേറ്റ് ലെവലിൽ അവരുടെ പ്രോഡക്റ്റ് വിൽക്കുകയാണ്. അവരുടെ വട അവർ കോർപ്പറേറ്റ് ലെവലിൽ വിൽക്കുകയാണ്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു വട 5 രൂപ അല്ലെങ്കിൽ മാക്സിമം 10-20 രൂപയ്ക്ക് നമുക്ക് ഈ വട കിട്ടും ഇല്ലേ? നമ്മളിതൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്ന് കഴിച്ചാൽ ആ ഒരു വടയ്ക്ക് തന്നെ നമ്മളൊരു 100 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. ഡിഫറൻസ് മനസ്സിലാക്കുക. ഒരേ പ്രോഡക്റ്റ് ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നു, എല്ലാം കറക്റ്റാണ്. ബട്ട് ദ സെർവിങ് മെത്തേഡ് ഈസ് ഡിഫറെൻറ്റ്. ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് അതിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ആയി. അത് അവളുടെ ക്ലെവർനെസ് എന്ന് പറയുമ്പോൾ ഞാൻ അവൾക്ക് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെന്ത് പറയാനാണ്? ജീവൻ പോയാലും എൻ്റെ ശരീരം വിറ്റ് ആ പണം കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കില്ല. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരുപാട് അമ്മമാർ നമുക്കിടയിലുണ്ട്, ഒത്തിരി പേരുണ്ട്. ഞാൻ ഒരുപാട് പേരെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട. മീൻ വിൽക്കുന്നവരുണ്ട്, വീട് പണിക്ക് വരുന്ന ഇവിടെ ഒരു ചേച്ചി വരുന്നുണ്ട്, വീട് പണിക്ക് പോകുന്നവരുണ്ട്. എന്ന് വേണ്ട, എന്ത് കഷ്ടപ്പെട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയില്ലാതെ കിടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സ്ത്രീ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പ്രസവിക്കുവാന്ന്. ഞാൻ ഇവിളെയും പിടിച്ചോണ്ട് പോകും. എനിക്ക് പേടി ഇവള് ആരെങ്കിലും കട്ടുകൊണ്ട് പോകുന്നു. കാരണം അന്ന് കുഞ്ഞുങ്ങളെ കട്ടുകൊണ്ട് പോകുമല്ലേ. പ്രസവിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ പോലും ആരും നോക്കാനും കാണാനും ഇല്ലായിരുന്നു. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ ഇവളെയും കൈ പിടിച്ചോണ്ട് ഇവക്കും ചോറ് വാരി കൊടുത്ത് ഞാനും ചോറ് വാരി തന്നു. പിഷയൊക്കെ എടുത്ത് കിട്ടിയ തുണ്ട് പൈസകളും കുറേ ആരൊക്കെ തന്നോ കുറേ കയ്യിൽ തുണികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പ്രസവിക്കുവാന്ന്. ഞാൻ ഇവളെയും പിടിച്ചോണ്ട് പോകും. എനിക്ക് പേടി ഇവള് ആരെങ്കിലും കട്ടുകൊണ്ട് പോകുന്നു. കാരണം അന്ന് കുഞ്ഞുങ്ങളെ കട്ടുകൊണ്ട് പോകുമല്ലേ. ഇവളെയും പിടിച്ചോണ്ട് ഞാൻ നേരെ അങ്ങ് ലേബർ റൂമിലോട്ട് ഓടിപ്പോയി. തിരിച്ചു അല്ല എന്നിട്ട് ഞാനിങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ട് ഞാൻ ഓടി തന്നിട്ട് ഞാൻ അതിനകത്ത് ഓടി അങ്ങ് കയറി ലേബർ റൂമിൽ ഡിസ്ട്രിക്റ്റിൽ ഓടി ചെന്നപ്പോൾ ഭാഗ്യത്തിന് എന്നെ അറിയാവുന്ന സിസ്റ്റർ അവിടെ നിൽപ്പോണ്ട് എൻ്റെ വീടിനടുത്തുള്ള. ഞാൻ പറഞ്ഞു സിസ്റ്ററെ മോളെ ഇവിടെ തന്നെ ഇരുത്തണം, പുറത്തോട്ട് വിടല്ലേ, കട്ടുകൊണ്ട് പോയിക്കള്, ആരെങ്കിലും കട്ടുകൊണ്ട്. ഞാൻ പ്രസവിക്കുകയാണെങ്കിലും ഞാനിങ്ങനെ കണ്ണ് തുറന്നു വെച്ചേക്കെ ബോധം പോവല്ലേ. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് ഇടയ്ക്ക് ഇവള് പുറത്തോട്ട് എടുക്കുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇപ്പം എനിക്ക് കരച്ചിലൊക്കെ വരും. പക്ഷേ എങ്കിലും ഞാൻ അന്നും ചിരിച്ചും കൊണ്ട് നേരിട്ട് ഇപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പം മാറി. ഇപ്പം എൻ്റെ മോൾക്ക് അതിനേക്കാളും വലിയ സൗഭാഗ്യങ്ങൾ കിട്ടി. എൻ്റെ മോളെ ഏറ്റവും നല്ല ഹോസ്പിറ്റലായ മെഡിസിൻ. ഇവർ തന്നെ പറയുന്ന ഒരു കാര്യം, ഇവർ ഭിക്ഷ എടുത്ത് ജീവിച്ചു എന്ന്. ഭർത്താവ് ഉപേക്ഷിച്ച് പോയപ്പോൾ വയറ്റിലൊരു കുട്ടി ഉണ്ടായിരുന്നു, അവർ ഭിക്ഷ എടുത്ത് ജീവിച്ചു എന്നാണ് പറയുന്നത്. എത്ര ഗ്രേറ്റാണെന്ന് ആലോചിക്കുകയാണ്. എന്താ ഭിക്ഷ എടുപ്പും ഗ്രേറ്റാണെന്ന് ഞാൻ പറയും. അവർ തുണി അഴിക്കാൻ പോയില്ലല്ലോ,
അങ്ങനെയുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. അങ്ങനെ ഉള്ളിടത്ത് സജിനയെ പോലുള്ള ലേഡീസ് ഒരു ശാപമാണ്. അത് അങ്ങനെ തുടർന്ന് ജീവിക്കാനുള്ള റൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈംഗിക തൊഴിലാളികളെന്ന് അവരെ റെസ്പെക്റ്റോടെ വിളിക്കണമെന്നാണ് ഗവൺമെൻറ് നമ്മളോട് പറയുന്നത്. എന്താ പറയുക, ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളെ ലൈംഗിക തൊഴിലാളികൾ എന്നാണ് വിളിക്കേണ്ടത്. ഡ്യൂ റെസ്പെക്റ്റ്. അവളെ പോയി ഉപദ്രവിക്കുക അല്ല അവളെ കൂടെ കിടക്കുന്നവന്മാർക്ക് ആണുങ്ങൾ എന്ന പേരാണ് കൊടുക്കുന്നത്. പുരുഷവയസന്മാർ എന്ന് പറയില്ല. ഇത് കാറ്റഗറൈസ് ചെയ്യുന്നത് 2 ടൈപ്സാണ്. ഈ ദിയ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് നമ്മുടെ ദിയ കൃഷ്ണ, ഞാനൊരു ചരക്കാണ്. നമ്മളിൽ എത്ര പെൺകുട്ടികൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കും? ഐ എം ലുക്കിംഗ് ഹോട്ട്, ഓക്കെ, ഞാനൊരു ചരക്കാണ് എന്ന് ദിയ കൃഷ്ണ പറഞ്ഞ കേട്ടില്ലേ? ഇറ്റ്സ് ഓൾ അബൌട്ട് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് പലർക്കും സജിനയെക്കുറിച്ച് ഞാൻ കുറേ മോശം പറയണത് കേൾക്കണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു സ്ത്രീ അധപ്പതനത്തിൻ്റെ ആ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ ഞാനും കൂടെ എടുത്തു വെച്ച് പറഞ്ഞ് എന്താ കിട്ടുക? അവിടെ സജിന എന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തുമ്പോൾ ദിയ സനയുടെ MDMA മുങ്ങിപ്പോകും. അതേപോലെ ഫിറോസിൻ്റെ ഈ പെണ്ണുങ്ങളെ വളയ്ക്കുന്ന പരിപാടി മുങ്ങിപ്പോകും. എനിക്കത് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് സജിനയുടെ ചാനലല്ല. സജിനയുടെ ചാനലിലുള്ള സാധനം ഞാനെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുന്നത് സജിനയ്ക്ക് വിഷമമായി തോന്നിയാൽ സ്ട്രൈക്ക് വരും. സ്ട്രൈക്ക് തന്നാൽ സജിനയെ ഞാൻ വലിച്ചുരിച്ച് പിച്ചി കീറി മാന്തി അള്ളി ചെവരിലൊട്ടിച്ച് വയ്ക്കും. നിങ്ങളത് കണ്ടതാണല്ലോ. നമ്മൾ പറയാനുള്ള പറയും. ബട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് ദിയാസനയെ പറ്റി പറയുന്ന സ്പെസിഫിക് ആയിട്ട് പറയുന്ന MDMA പോർഷൻ ആയതുകൊണ്ടാണ് ഞാനതെടുത്ത് ഷെയർ ചെയ്യണത്. എനിക്ക് സജിനയെ ഒരിക്കലും ഉൾക്കൊള്ളാനാവത്തില്ല. എൻ്റെ ഒരു കസിനോ സുഹൃത്തോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു റിലേറ്റീവോ ആണെങ്കിൽ പോലും ഞാൻ അവരുമായിട്ടുള്ള സർവ്വ ബന്ധവും ഉപേക്ഷിക്കും. ബിക്കോസ് അവരൊരു നല്ല ഒരു മെസ്സേജ് അല്ല അവർ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. അത്രയും വൾഗറായ സ്റ്റാറ്റസ് ഉള്ളൊരു ലേഡിയെ ഞാൻ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ അവൾക്കെതിരെ ഒന്നും പറയാത്തത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കാം. സോ ഒബിയസ്ലി അങ്ങനെ ചിന്തിക്കാമല്ലോ, നമുക്ക് ആരെയും തിരുത്താനാവത്തില്ലല്ലോ. പണം തന്ന് സംസാരിക്കും, അവർ പണം തന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കും എന്ന് പറയുന്നവരടുത്ത് എനിക്ക് റവന്യൂ നല്ല പോലെ ഉണ്ട്. എനിക്ക് എൻ്റെ യൂട്യൂബിലെ റവന്യൂ ഇനഫാണ്. അതിൽ കൂടുതൽ ചിലവുകൾ ഞാൻ വെച്ചിട്ടില്ല. അങ്ങനെയുള്ള എനിക്ക് ആരുടെയും പൈസ വേണ്ട, ആരുടെയും പിച്ച കാശ് വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ MDMA കേസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നെജില, സുരേന്ദ്രൻ, റസീന, മോഹൻദാസ് ഇവർക്കൊക്കെ എതിരെയുള്ള പേപ്പർ വർക്കുകൾ പാരലായിട്ട് നീക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ തിരക്കുകളിലാണ് ഞാനുള്ളത്. അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ എടുക്കാത്ത. പിന്നെ ഇന്നലെയൊക്കെ ആരൊക്കെ എന്നെ വിളിച്ചിട്ട് ഇത് ഡിലീറ്റ് ചെയ്യോ അത് ഡിലീറ്റ് ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സീരിയസ്ലി സെയിങ് ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇറങ്ങിയിട്ടില്ല. നിങ്ങളുടെ ഒന്നും വേശ്യാ തൊഴിലിനെ ന്യായീകരിക്കാനോ നിങ്ങളുടെയൊക്കെ വേശ്യാ മുഖങ്ങളെ മാറ്റി വയ്ക്കാനോ ഒന്നും ഞാൻ നോക്കിയിട്ടുമില്ല, ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ ഈ MDMA വിഷയം പോലീസ് വളരെ കെയറായിട്ട് എടുക്കേണ്ടതും അടുത്ത തലമുറയെ ബാധിക്കുന്ന ഒരു വലിയ ഇഷ്യൂവിനെയാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ഇങ്ങനെ പോകുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ഇവരുടെയൊക്കെ ലൈഫ് നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതിനപ്പുറം ഒന്നുമില്ല. ഷാലു എന്ന് പറയുന്ന സജിന സപ്പോർട്ടർ, അവർ സ്വന്തം വീട്ടിൽ നിന്ന് ചാടിപ്പോയി ഒരു ഉസ്താദ് എന്തോ അവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇസ്ലാമിനെതിരെ വന്നത്. അന്നും ഈ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. 1 ഹവറോളം ഞാൻ അതിൻ്റെ കൂടെ സംസാരിച്ച വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യണം. ബട്ട് സ്റ്റിൽ ആ വോയിസ് റെക്കോർഡിൽ ഉടനീളം ഞാൻ അവളോട് പറഞ്ഞത് ഹാപ്പൻ ഈസ് ഹാപ്പൻ, വീട്ടുകാരെ കുറ്റപ്പെടുത്താതിരിക്കൂ, നിന്നെ ഇതുവരെ പഠിപ്പിച്ചെത്തിച്ചതാരാണ്, അപ്പം അത് മനസ്സിലാക്കുക, നീ നിൻ്റെ വഴിയുമായി പോവുക, ഈ ഇസ്ലാം വിരുദ്ധത നിർത്തിയിട്ട് അതിൻ്റെ പണി നോക്കി പോവുക. അത് ആങ്കറായിട്ട് ഒരിടത്ത് ചേർന്ന് സ്വസ്ഥമായിട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വീണ്ടും ഒരു വൾഗാരിറ്റിക്ക് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു. അത് കിക്ക് എന്ന സംഘടനയുടെ സ്ഥാപകന്മാരിൽ ഒരുത്തൻ കാണിച്ച ഒരു വൃത്തികേടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പം തന്നെ എനിക്ക് മനസ്സിലായതാണ് ആ ലൂപ്പിൽ ആ പെണ്ണുണ്ട്. ഇത് നമ്മളിപ്പോൾ പറയുമ്പം അവർക്ക് നമ്മളോട് ദേഷ്യം വരും, മനസ്സിലായോ? ഇപ്പം അവർക്ക് തോന്നും അയ്യോ ഈ സ്ത്രീക്ക് എന്താ ഇങ്ങനെ നടക്കുന്നതിന്, അവർക്കെന്താ, ഞാൻ എൻ്റെ ശരീരം എൻ്റെ വടയല്ലേ വിൽക്കണമെന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കാം. പക്ഷെ അതിൽ കൂടെ കൊടുക്കുന്ന മെസ്സേജ് റോങ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്ടിവിസവും
കുറേ അധികം എന്താ പറയണേ ഫെമിനിസം ഒക്കെ കുത്തി നിറച്ചു കഴിഞ്ഞാൽ അവർ ജെന്യുവിനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ടൈമുണ്ട്. ദിയാസനെയൊക്കെ അതാണ് ഫോളോ ചെയ്യുന്നത്. അതേപോലെ ശ്രീലക്ഷ്മി അറക്കൽ ഇവരൊക്കെ പറയുന്നതും ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ പക്ക ഫ്രോഡുകളുണ്ടാണ് ഇവരുടെയൊക്കെ ലൈഫ് ഹിസ്റ്ററി. അതറിയുന്നവർക്കറിയാം, നമ്മൾ പറയേണ്ട കാര്യമില്ല, കാണുന്നവർക്കറിയാം. എപ്പോഴും സെക്ഷുവാലിറ്റിയും അതിനെ തുടർന്നുള്ള സംഗതികളും ഒക്കെ പറയുമ്പോൾ അത് എന്താണ് മുന്നോട്ട് കൊണ്ട് വയ്ക്കുന്നതെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. സജനയുടെ വിഷയത്തിൽ പൂക്കുറ്റിക്ക് ഇപ്പോഴും അവൾ വലിയ മറ്റവളും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാളോളം ഒരു വൃത്തിയിട്ടവന് വേറെ ഉണ്ടോ? അയാളും അയാളുടെ മക്കൾക്ക് അയാൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ അയാൾ മറ്റ് പെണ്ണുങ്ങളെ തേടി പോയതുപോലെ അയാളുടെ ഭാര്യ ഇയാൾക്കൊരു സൂക്കേട് വന്നപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബം എന്താവും? ആണിനൊരു നിയമം പെണ്ണിനൊരു നിയമമൊന്നല്ല. ഏറ്റവും ബാധിക്കപ്പെട്ട സ്ത്രീയാണ് റസൂൽ പൂക്കുട്ടിയുടെ വൈഫ്. അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കണം. ഇത് റസൂൽ പൂക്കുട്ടിയുടെ വൈഫ് മാത്രം നേരിടുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. ഇങ്ങനെ കുറേ 6 വാണികൾ കാരണം ഒരുപാട് പേരുടെ കുടുംബങ്ങൾ ബാധിക്കപ്പെടുന്നുണ്ട്, നശിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതൊക്കെ നമ്മൾ പറയുമ്പോഴും ബേസിക് തിങ് MDMA ആണ്. നമ്മൾ അതിനകത്തേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കാരണം ഇപ്പോഴും കുട്ടികൾ സിനിമാ മോഹം കൊണ്ട് ഈ ഫീൽഡിലേക്ക് വരികയും അവർക്കിത് കുറേശ്ശെ കൊടുത്ത് അവരെ ഇതിന് അഡിക്റ്റഡ് ആക്കിയ ശേഷം അവരെ വെച്ച് ഇത്തരം വാണിഭങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. മാത്രമല്ല ദുബായ് കേന്ദ്രീകരിച്ച് നടക്കുന്ന വാണിഭ സംഘങ്ങളെയാണ് ഇവർ പരസ്പരം വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് റിവീലായി വരുന്നത്. സോ ടേക്ക് ഇറ്റ് സീരിയസ്ലി, ആക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം. എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. സെക്കൻഡ് ചാനലാണോ സജനയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സജന ഇടുന്ന വീഡിയോസ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതിനകത്ത് ഇടും. ഏത് വീഡിയോസ്? MDMAക്കെതിരെ സംസാരിക്കുന്ന വീഡിയോസ് അല്ലാതൊന്നും ഞാൻ അതിനകത്ത് ഇടത്തില്ല. മുമ്പ് അവർ വേറെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊന്നും ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ടില്ലല്ലോ. MDMA ആണ് എൻ്റെ വിഷയം. ഞാൻ അതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത് അവരെന്തിട്ടാലും ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ ഇടും. സ്ട്രൈക്ക് അടിച്ചാൽ തിരിച്ചടിക്കും, അത്രയേ ഉള്ളൂ. വേറെ ഇതിനകത്ത് ഇതിൽ കൂടുതൽ എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാൻ അറിയത്തില്ല. ഒന്നാം സുഖമില്ല, തല നോക്കാൻ വയ്യായ്മയുണ്ട്. ഞാൻ കേസുമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെജിലയുടെ വിഷയത്തിൽ എൻ്റെ വീട്ടിലേക്ക് ട്രസ് പാസ് ചെയ്യുകയും എന്നെ പച്ചയ്ക്ക് ചീത്ത പറയുകയും ഒക്കെ ചെയ്ത ഒരു ആൾക്കെതിരെ ഞാൻ നിയമപരമായി പോകുന്നതാണ്. അപ്പം നമ്മൾ ഒരിടത്ത് ഒരു കേസ് കൊണ്ട് കൊടുത്താൽ അതിന് മൊഴി കൊടുക്കണം, നമ്മളതിൻ്റെ റെക്കോർഡ് കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ യാത്രകൾ ഒരുപാടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ടയർഡ്നെസ്സിലൊക്കെ ഞാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒന്നും പറയാത്തത്. അടുത്തവ ഞാനൊന്നും சொல்றது இல்லை. ஏன்னா எனக்கெல்லாம் புரிகிறது. ஆனால் என்ன சொல்லணும்னு தெரியல. அதுதான் സജന എന്ന് പറയുന്ന കോർപ്പറേറ്റ് ലെവൽ അപ്രോച്ചിന് എൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അതുമാത്രമല്ല, ആ ലെവലിലുള്ള സ്ത്രീയുമായിട്ട് ഞാൻ സപ്പോർട്ടിന് പോകുമെന്ന് ചിന്തിക്കുന്നവരെ തിരുത്താൻ ഞാൻ തയ്യാറുമല്ല. യു ക്യാൻ, നിങ്ങൾക്കങ്ങനെ ചിന്തിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. നിങ്ങളങ്ങനെ ചിന്തിച്ചു വെച്ചു. ഞാൻ ഒന്നും പറയില്ല, കാലം തെളിയിക്കും എന്നതിനപ്പുറം ഒന്നുമില്ല. പിന്നെ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് മാറ്റണം അത് മാറ്റണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒന്ന് കേടാൻ നിൽക്കരുത്. നിങ്ങൾ ആ ലെവലിൽ പോയതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ പോകുന്നവർക്ക് മാപ്പില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അയ്യോ സജനയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താ ഒരു സമാധാനം എന്നൊന്നും ചോദിച്ചുകൊണ്ട് വരരുത്. BP ഡൗൺ ആണ്, ഒത്തിരി ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട്, മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ലൈവ് വന്നിട്ട് കുറേ കൂടെ കാര്യങ്ങൾ വിശദമാക്കാം. നന്ദി.